Let's go. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പം നമ്മൾ കോഴിക്കോട് വരെ പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. ഇതിപ്പം പിള്ളേർ മദ്രസയിൽ നിന്ന് വന്നിട്ട് അവർക്ക് പരീക്ഷയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായിട്ടിരിക്കുന്നുണ്ട് പോകാൻ വേണ്ടി. ഓരോരുത്തർ ഷൂ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ്, ടാറ്റ പഞ്ച് ഇലക്ട്രിക് വെഹിക്കിൾ. നമ്മൾ ഇതിന് എണ്ണയൊന്നും അടിക്കണ്ട, ഇലക്ട്രിക് വെഹിക്കിളാണ്. പിന്നെ ഒരാഴ്ച ആയി ഞങ്ങൾ വാങ്ങിയിട്ട്. അപ്പം മടവൂര് കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ പിന്നെ റെഡിയായി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതിന് ഈ വണ്ടിയുടെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളോ ഡീസലൊന്നും അടിക്കണ്ട, ഇലക്ട്രിക് വെഹിക്കിൾ. അതായത് നമുക്ക് ചാർജ് കുത്തിയിട്ടാണ് വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു 5000 രൂപേൻ്റെ എണ്ണ അടിക്കേണ്ട സ്ഥലത്ത് 500 രൂപയെ ചിലവാകും. അത്രയും നമുക്ക് ലാഭമുണ്ട്. പിന്നെന്താണ്, എണ്ണ അടിക്കണ്ട, ചാർജ് ചെയ്താൽ മാത്രം മതി. അപ്പം സാധാരണ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ചാർജ് ചെയ്താൽ നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. പിന്നെ ഒറ്റ ചാർജിങ്ങിൽ ഫുൾ ചാർജ് ചെയ്താൽ 350 കിലോമീറ്ററാണ് മൈലേജ് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇവിടെ പയ്യന്നൂരുണ്ട്, പിന്നെ കോഴിക്കോട് പോകുന്ന വഴി പല സ്ഥലത്തും ഉണ്ട്, ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ പവർ ബാങ്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ ചാർജ് ഉണ്ടായി, പിന്നെ തിരിച്ച് വരുമ്പോൾ പയ്യന്നൂർ എത്തിയപ്പോഴാണ്, വളവട്ടണം എത്തിയപ്പോഴാണ് ഇത് ചാർജ് ചെയ്യാൻ രാത്രിയിൽ കുത്തിയിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണിത്. KSEBിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എടുക്കാൻ എന്തോ 25,000 രൂപ വേണമെന്നാണ് പറയുന്നത്. എന്നാലും വലിയ നഷ്ടമില്ല. പക്ഷേ വണ്ടിക്ക് വില എന്ന് പറയുമ്പോൾ 12 മുതൽ 16 ലക്ഷം വരെയാണ് ഓൺ റോഡ്. ഇതിപ്പോൾ എടുക്കുമ്പോൾ ഒരു 15-16 ഓൺ റോഡ് പ്രൈസ് ആണ് ആയിട്ടുള്ളത്. അപ്പം എന്നാലും എണ്ണയുടെ ഇതെപ്പോഴും അധികം യാത്രയൊക്കെ ചെയ്യുന്നവർക്ക്, ഇതിപ്പോൾ ആൾക്കാണെങ്കിൽ എപ്പോഴും പിന്നെ കാറെടുത്താണ് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇതൊരു ലാഭം, എണ്ണ അടിക്കണ്ടല്ലോ, ആ ഒരു ലാഭമുണ്ട്. പിന്നെ ചാർജിങ്ങിൻ്റെ വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി, പകുതി വഴി എത്തി ഇപ്പം. അപ്പോൾ ഫുള്ള് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫുള്ള് എടുത്താൽ ഒരുപാട് 5 മണിക്കൂറത്തെ യാത്ര ഫുള്ള് എടുത്താൽ കുറേ പിന്നെ ലെങ്ത് ആവില്ല. അതുകൊണ്ട് കുറച്ച് പാർട്സാണ് എടുത്തത്. ഇപ്പം നമ്മൾ ടൗണിൽ എവിടെയോ പയ്യന്നൂരെന്തോ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്നൊരു കാറിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പയ്യന്നൂർ എത്തും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ബ്ലോക്കും ഇത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ AC ഇടുന്ന കാരണം ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ സമയം പോയതുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മൾ രാവിലെ 8:30ക്ക് ഇറങ്ങിയിട്ട് അവിടെ എത്തുമ്പോൾ 2 മണി 2:30 ആയി. പിന്നെ നമ്മളവിടെ ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ്. ഫ്രൈഡ് റൈസ് അല്ല പറഞ്ഞില്ലേ? ഇത് 3 പീസാണ്. 3 പീസ്. ഇതിലെല്ലാം നോക്കിക്കോ.
അങ്ങനെ ഞങ്ങൾ കുഴിമന്തി, ഫ്രൈഡ് റൈസ്, ഷവർമ്മ എല്ലാം കൂടി കഴിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ച് വന്നു. തിരിച്ച് മടവൂരിൽ പിന്നെ 1 മണിക്കൂറുണ്ട് തിരിച്ച് ബീച്ചിലോട്ട്. നമ്മൾ തിരിച്ച് ഒരു 3:30 ആകുമ്പോൾ അവിടുന്ന് 3:30 4 മണിയെല്ലാം കഴിഞ്ഞു. 4 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചിലോട്ട് പോയി. ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം ഇതിൻ്റെ ബാക്കി ബീച്ചിലൊക്കെ പോയതും പിന്നെ ഈ ബാക്കിയുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഒന്നാമത് സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ ബറാത്തല്ലേ, അപ്പോൾ അതിൻ്റെ പണിയുണ്ട്. അപ്പം ബാക്കി വീഡിയോസ് പതിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പം എഡിറ്റ് ചെയ്ത് ഇത്ര ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് പെരിയാണ് പാനിപൂരി എടുത്തിട്ട്